ഹായ് എല്ലാവർക്കും നാടൻ രുചിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സുയനാണ്. വളരെ പെട്ടെന്ന് ടേസ്റ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ ചെറുപയർ വേവിച്ചെടുക്കുക. വേവിച്ച് അത് പഞ്ചസാരയും അല്പം നെയ്യും അല്പം ഏലക്കാപ്പൊടിയും ചേർത്ത് വഴറ്റിയെടുക്കണം. പിന്നെ മൈദ, അല്പം ഉപ്പും പഞ്ചസാരയും പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുഴച്ചിടുക. വെള്ളം നമ്മൾ ചേർക്കുമ്പോൾ പെട്ടെന്ന് ഒത്തിരി വെള്ളം ചേർത്ത് കുഴക്കരുത്. കാരണം ഇതൊരു തിക്നെസ് വേണം കുറച്ച്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് കുഴച്ചെടുക്കുക. നമ്മൾ ചെറുപയറൊക്കെ കറി വയ്ക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് വേവിച്ച് കഴിയുമ്പോൾ കുറച്ച് അതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൽ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും 4 മണിക്കലത്തെ പലഹാരമായിട്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. കാരണം കുറച്ച് തിക്നെസ് വേണം ഇതിന്. തിക്നെസ് ഇല്ലെങ്കിൽ നമ്മൾ ചെറുപയർ ബോളാക്കി ഇതിലേക്ക് മുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിക്നെസ്സോടുകൂടി വേണം ഇത് ശരിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ഇതുപോലെ ഇത്രയും തിക്നെസ്സിൽ നമുക്കിത് കുഴച്ചെടുക്കണം. ശേഷം ആ ചെറുപയർ നമ്മൾ ബോളാക്കി എടുക്കുക. എല്ലാം ഇതുപോലെ നമുക്ക് ബോളാക്കി എടുക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ബോൾ ഓരോന്ന് ഈ മാവിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് ഓൾറെഡി അതിൻ്റെ ഉൾഭാഗമെല്ലാം വേവിച്ചതാണല്ലോ ചെറുപയറൊക്കെ. അപ്പോൾ അതിൻ്റെ ആ പുറത്തെ മൈദയുടെ ഭാഗം മാത്രം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം. കണ്ടില്ലേ, വളരെ എളുപ്പമാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.